السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اغفر لنا وارحمنا ولوالدينا ولأقاربنا ولجيراننا ولجميع المؤمنين والمؤمنات. ഒരു വീട് വാടകയ്ക്ക് കൊടുത്താൽ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്നതും കൊടുക്കാൻ പറ്റാത്തതുമൊക്കെ പറഞ്ഞു. കിണർ, കനാലൊക്കെ വാടകയ്ക്ക് കൊടുക്കാം വെള്ളത്തിൻ്റെ ഉപയോഗത്തിന്. അതുപോലെ കുട്ടികളെ നോക്കാൻ വേണ്ടി നമുക്ക് സ്ത്രീകളെ വാടകയ്ക്ക് വിളിക്കാം, പോറ്റുമാരെ വാടകയ്ക്ക് വിളിക്കാം, അങ്ങനെയൊക്കെ പറ്റും. അതുപോലെ വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ വീടിൻ്റെ ചാവി ഏൽപ്പിച്ചു കൊടുക്കണം. ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അയാൾക്ക് വാടക ഒഴിയാൻ പറ്റും. ഈ വാടക എന്ന് പറയുന്നത് ഒരു ലാസിമായ അക്കതാണ്. അത് ഇഷ്ടം പോലെ ഒഴിയാനൊന്നും പറ്റില്ല. വാടക പറഞ്ഞ് ഒരു വണ്ടി നിങ്ങൾ എന്നോട് വാടകയ്ക്ക് എടുത്ത് കഴിഞ്ഞാൽ അത് ലാസിമായ അക്കതാണ്. പിന്നെ നിങ്ങളതിൻ്റെ പൈസ എനിക്ക് തന്നേ പറ്റൂ. നിങ്ങൾ ഉപയോഗിച്ചാലും വേണ്ടിയില്ല, ഉപയോഗിച്ചില്ലെങ്കിലും വേണ്ടിയില്ല. വായ്പ മാതിരിയല്ല. വായ്പ സാധനം വായ്പ വാങ്ങിയാൽ അത് ലാസിമായ അക്കതല്ല. എപ്പോഴും പിൻവലിക്കാം, എപ്പോഴും തിരിച്ചു കൊടുക്കാം. വദിയാത്ത്, ഒരു സാധനം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ അത് എപ്പോഴും തിരിച്ചു വാങ്ങാം, എപ്പോഴും തിരിച്ചു കൊടുക്കാം. ഇജാറത്ത് ലാസിമായ അക്കതാണ്. ഈ അക്കത് പിന്മാറാൻ പറ്റില്ല. നടന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് ഖിയാറൊന്നുമില്ല. പക്ഷേ ചാവി ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ എന്തു ചെയ്യാം? അതുപോലെ അതിലെന്തെങ്കിലും കെട്ടിടത്തിന് എന്തെങ്കിലും തകർച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കേട് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നന്നാക്കി കൊടുക്കൽ നിർബന്ധമാണ്. നന്നാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അവന് വാടക വെടിയാകുന്നതാണ്. വയജിബു അല മുക്രിൻ, വാടകക്ക് നൽകിയവന് നിർബന്ധമാണ്. അക്ര എന്ന് പറഞ്ഞാൽ വാടകക്ക് നൽകി, ഇക്തറ എന്ന് പറഞ്ഞാൽ വാടകക്ക് എടുത്തു എന്നാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആജറ വാടക കൂലിക്ക് വിളിച്ചു, ഇസ്തജറ കൂലിക്ക് സ്വീകരിച്ചു എന്നൊക്കെയാണ്. അജീർ കൂലിക്കാരൻ. മുക്രിക്ക് നിർബന്ധമാണ് തസ്ലീമു മിഫ്താഹിദാരിൻ, വീടിൻ്റെ ചാവി ഏൽപ്പിച്ചു കൊടുക്കൽ. ലിമുക്തരിൻ, വാടകക്കെടുത്തവന്. അപ്പോഴല്ലേ അവന് ഉപകാരം എടുക്കാൻ പറ്റുള്ളൂ. വലോ ലാ മിനൽ മുക്തരി, ചാവി മുക്തരിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ ലാ വജബ അലൽ മുക്രി തജ്ദീദുഹു, വാടകക്കെടുത്തവന് അത് പുതുക്കി കൊടുക്കൽ നിർബന്ധമാണ്. അതും കൂടെ ഉണ്ട്. ചാവി എന്ന് പറയുമ്പോൾ വാതിലിൽ സ്ഥാപിക്കപ്പെട്ട പൂട്ടിൻ്റെ ചാവിയാണ് കേട്ടോ. അതല്ലാതെ നമ്മൾ അല്ലാത്ത പൂട്ടുണ്ടല്ലോ, സാധാരണ കൊളത്തിടുന്ന പൂട്ട്, അത് കൊടുക്കൽ നിർബന്ധമൊന്നുമില്ല. അത് വാടകയ്ക്ക് എടുത്തവനാണ് കൊണ്ടുവരേണ്ടത്. വൽ മുറാദ് ബിൽ ഇഫ്താഹി, ചാവി എന്നതുകൊണ്ട് ഉദ്ദേശം ഇഫ്താഹുൽ വൽഖിൽ മുസ്ബത്തി, വാതിലിൽ സ്ക്രൂ ചെയ്ത് സ്ഥാപിക്കപ്പെട്ട പൂട്ടിൻ്റെ ചാവിയാണ്. വലക്ക് എന്ന് പറഞ്ഞാൽ പൂട്ട്. അമ്മ വയറുഹു, അപ്പോൾ മറ്റുള്ള പൂട്ടുകൾ ഫലായിജിബ് തസ്ലീമുഹു, അത് ഏൽപ്പിച്ചു കൊടുക്കൽ നിർബന്ധമില്ല. ബൽ, മാത്രമല്ല, വല കുഫിലിഹി, അതിൻ്റെ ചാവിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ നിർബന്ധമല്ല. പൂട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ നിർബന്ധമല്ല എന്ന് മാത്രം, ചാവി ഏൽപ്പിച്ചു കൊടുക്കാൻ നിർബന്ധമല്ല എന്നുള്ളത് മാത്രമല്ല, വല കുഫ്രിഹി, ആ ചാവിൻ്റെ പൂട്ടും ഏൽപ്പിച്ചു കൊടുക്കൽ നിർബന്ധമില്ല. കസായിരിൽ മങ്കൂലാത്തി, മറ്റ് നീക്കം ചെയ്യപ്പെടുന്ന വസ്തുക്കളൊക്കെ പോലെ. ഇപ്പോൾ ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ കട്ടിൽ, ടേബിള്, കസേര, ഇതൊക്കെ മങ്കൂലാത്തുകളാണ്, നീക്കം ചെയ്യപ്പെടുന്ന വസ്തുക്കളാണ്. ഇതൊന്നും ഏൽപ്പിച്ചു കൊടുക്കാൻ നിർബന്ധമില്ലല്ലോ. വീട് വാടകയ്ക്ക് കൊടുക്കുക, അതിലുള്ള കട്ടിൽ ഒക്കെ ഉൾപ്പെടെ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. വീട് വാടക കൊടുത്താൽ അതിൽ കട്ടിലോ കസേരയോ വാടക നിങ്ങൾക്ക് കൊടുക്കൽ നിർബന്ധമില്ല. അതും കൂടെ ഉള്ള സാധനമാണ് അയാൾ വാടകയ്ക്ക് എടുക്കുന്നതെങ്കിൽ അപ്പോൾ കൊടുക്കേണ്ടി വരും. അതുപോലെ മിഫ്താഹുദാർ ഏൽപ്പിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. വ ഇമാറത്തുഹ, അതിൻ്റെ നിർമ്മാണവും നിർബന്ധമാണ്. കബിന ഇൻ, കെട്ടിടം പോലെ. വ തൊത്തീന് സത്വഹിൻ, അതിൻ്റെ മച്ചിൽ മണ്ണ് തേക്കും പോലെ. ഇപ്പോഴത്തെ കാലത്ത് സിമൻറ്റ് തേക്കുക, അല്ലെങ്കിൽ തീന്ന് പറഞ്ഞാൽ തീനെന്ന് പോന്ന. വലൈ ബാബിൻ, വാതിൽ സ്ഥാപിക്കുക. ഇസ്ലാഹി മുങ്കസിരിൻ, പൊട്ടിയത് നന്നാക്കുക. ഇത് നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ ഇത് ചെയ്തില്ലെങ്കിൽ കുറ്റം കിട്ടുമെന്നല്ല ഈ പറയുന്നത്. കോടതി അവനെ അറസ്റ്റ് ചെയ്യുമെന്നല്ല പറഞ്ഞത്.
ഇത് ചെയ്തിട്ടില്ലെങ്കിൽ മുക്തരിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാടകയിൽ നിന്ന് ഒഴിയാൻ പറ്റും എന്നർത്ഥം. വൽ മുറാദു ബി കൗനിമാ ദുക്കിറ വാജിബൻ അലൽ മുക്രി, ഈ പറയപ്പെട്ട കാര്യങ്ങൾ മുക്രിക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം അന്നഹു യഉസമു ബി തർക്കിഹി, അത് ഉപേക്ഷിച്ചാൽ അവന് കുറ്റം കിട്ടും എന്നല്ല. വലൈസ അൽ മുറാദ്, ഉദ്ദേശം അതല്ല. വാന്നഹു ഇജ്ബറു അലൈഹി, അവൻ അതിന് നിർബന്ധിക്കപ്പെടും എന്നുമല്ല. അജ്ബറാന നിർബന്ധിച്ചു. ബൽ മറിച്ച് അന്നഹു ഇൻതറക്കഹു, ഇത്തരം കാര്യങ്ങൾ മുക്രി ഉപേക്ഷിച്ചാൽ സബത്തലിൽ മുക്തരിൽ ഖിയാറു, മുക്തരിക്ക് ഖിയാർ സ്ഥിരപ്പെടും. ഈ അഖദ് ഒഴിയാനുള്ള അവകാശം സ്ഥിരപ്പെടും. അതാണ് ഇനി പറയാൻ പോകുന്നത്. കമാ ബയ്യൻതുഹു ബി ഖൗലി, അക്കാര്യമാണ് ഞാൻ ഇനി പറയാൻ വിശദീകരിക്കാൻ പോകുന്നത്. എന്ത്? ഫൈൻ ബാദറ, അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം അവൻ ചെയ്തു. ബാദറ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്തു എന്നർത്ഥം. വാടകയ്ക്ക് കൊടുത്ത ഉടനെ ചെയ്തു, പിന്നെ കുറേ കാലം നീണ്ടിക്കാൻ പാടില്ല. ഫൈൻ ബാദറ, ഇത്തരം കാര്യങ്ങളൊക്കെ വാടകയ്ക്ക് കൊടുത്ത ഉടനെ നിർവഹിച്ചു. ഫഅലമ അലൈഹി, അവന് നിർബന്ധമായ കാര്യങ്ങളെല്ലാം അവൻ ചെയ്താൽ, ഫൈൻ ബാദറ, അപ്പോൾ അവൻ പെട്ടെന്ന് മുന്നോട്ട് വരികയും ഫഅലമ അലൈഹി, അവന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്താൽ ഫദാക്ക, കാര്യം വ്യക്തമാണ്, അഖദ് നിലനിൽക്കും എന്നർത്ഥം. ഫദാക്ക എന്ന് പറഞ്ഞാൽ ഫദാക്ക ലാഹിറു എന്നുള്ളത്, അക്കാര്യം വ്യക്തമാണല്ലോ. ഇല്ലാതെ ചെയ്തില്ലെങ്കിൽ ഫലി മുക്തരിൻ, മുക്തരിക്ക് അവകാശമുണ്ട്. മുക്തരിക്ക് ഖിയാറുൻ, ഫസ്ഖ് ചെയ്യാനും അല്ലെങ്കിൽ അതങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഈ നഖസത്തിൽ മംഫഅത്തു, അതിൻ്റെ ഉപകാരം കുറയുകയാണെങ്കിൽ, ഇതൊന്നും ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ ഈ വീടിൻ്റെ ഉപകാരം കുറയുകയാണെങ്കിൽ, അപ്പോൾ വീടിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഇനി ബൈക്കോ കാറോ ആണെങ്കിൽ അതിനൊക്കെ ഈ പറഞ്ഞ നിയമങ്ങളുണ്ട്. കേടുവന്നാൽ നന്നാക്കി കൊടുക്കണം, കാറ് കേടുവന്നാൽ നന്നാക്കി കൊടുക്കണം, എഞ്ചിന് കേടുവന്നു നിങ്ങൾ വാടകയ്ക്ക് എടുത്തു ഇമാർത്തിക്കണം. അതിന് ചാവി തരാതെ നിങ്ങൾക്ക് വണ്ടി വാടകയ്ക്ക് വന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാറ് വാടകയ്ക്ക് എന്ന് പറഞ്ഞു, ചാവി ഏൽപ്പിച്ചില്ല, ഞാൻ അടുത്ത ആഴ്ച തരാമെന്ന് പറഞ്ഞാൽ ഈ അടുത്ത ആഴ്ചൻ്റെ ഇടയിൽ എപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യുക? അഖദ് ഒഴിയാം. വാല മുക്തരിൻ തൻളീഫ് അർസത്തിഹ, അതുപോലെ തന്നെ വീടാണെങ്കിൽ അതിൻ്റെ മുറ്റം വൃത്തിയാക്കൽ മുക്തരിക്ക് നിർബന്ധമാണ്. മുക്തരി പറഞ്ഞാൽ വാടകയ്ക്കെടുത്തവന് മുറ്റം വൃത്തിയാക്കണം. അല്ലാതെ വാടകയ്ക്ക് കൊടുത്താൽ എല്ലാ ദിവസവും അവൻ്റെ വീട് പോയി അടിച്ചുതരാൻ നിൽക്കുക. അറസത്ത് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ മുറ്റം, കളിമുറ്റം. അറസ എന്ന് പറഞ്ഞാൽ കുട്ടികൾ കളിച്ചു എന്നാണ്. കുട്ടികളൊക്കെ കളിക്കുന്ന സ്ഥലത്തിനാണ് അറസത്ത് എന്ന് പറയാം. വീടിൻ്റെ മുറ്റത്താണല്ലോ കുട്ടികൾ കളിക്കുക, ആർമാദിക്കുന്ന സ്ഥലം. മിൻ കുനാസത്തിൻ, അഴുക്കിൽ നിന്ന്, അടിച്ചു വാരുന്ന അഴുക്കിനാണ് കുനാസത്ത് എന്ന് പറയാം. വസൽജിൻ, മഞ്ഞ് വീഴ്ച കണ്ടെങ്കിൽ മഞ്ഞിൽ നിന്നും. അറസത്ത് എന്നാൽ കുല്ലു ബുഖഅത്തിൻ ബൈന ദുവരി, കുറേ വീടുകൾക്കിടയിലുള്ള പ്രദേശമാണ്. വാസിയത്തിൻ, വിശാലമായ സ്ഥലങ്ങൾക്കാണ് അറസത്ത് എന്ന് പറയുക മുറ്റം. ലൈസ ഫീഹാ ശൈഉൻ, അതിലുണ്ടാവില്ല മിൻബിനായിൻ, കെട്ടിടമൊന്നും ഉണ്ടാവില്ല. ഒഴിഞ്ഞ സ്ഥലമായിരിക്കും, വിശാലമായ സ്ഥലം. കുല്ലു ബുഖഅത്തിൻ ഫി ദുവരി, ദാറിൻ്റെ ജമാണ് ദൂറ്, വീടുകൾക്കിടയിലുള്ള ഒരു സ്ഥലം. ബുഖഅത്ത് എന്ന സ്ഥലം, വാസിയത്തിൻ, വിശാലമായ സ്ഥലം. ലൈസ ഫീഹാ ശൈഉൻ മിൻ ബിനായിൻ, അവിടെ എന്തുണ്ടാവില്ല? കെട്ടിടങ്ങളും നിർമ്മിതികളൊന്നും ഉണ്ടാകില്ല. അറസത്ത് പറഞ്ഞാൽ അതാണ് മുറ്റം എന്നർത്ഥം. സാഹത്ത് എന്നർത്ഥം. സാഹാത്ത്, അറസത്ത് അറസാത്ത്, സജിദത്ത് സജദാത്ത്, ജമ്മുഹ അറസാത്ത്, ബഹുവചനം അറസാത്ത് എന്നാണ്. ഇനി വാടകയ്ക്കെടുത്തവൻ്റെ വിശ്വസ്തനായിട്ട് നമ്മൾ കൂട്ടണമെന്നാണ്. വീടോ വസ്ത്രോ വാഹനമൊക്കെ വാടകയ്ക്കെടുത്താൽ ആ വാടകയ്ക്കെടുത്ത വ്യക്തി വിശ്വസ്തനായിരിക്കണം. അവൻ പറയുന്ന വാക്കുകൾ നമ്മൾ അംഗീകരിക്കാൻ നിർബന്ധിതനാണ്. അപ്പോൾ അവൻ പറയാണ്, നിങ്ങളെ വീട്ടിലെ ചുമര് പൊളിഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ചുമര് പൊളിഞ്ഞു പോയതാണ് നമ്മൾ വിശ്വസിക്കണം. നമുക്ക് അവനോട് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? നീ പൊളിച്ചതാണ്, അതുകൊണ്ട് നഷ്ടപരിഹാരം തരണമെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളവനെ വിശ്വസിച്ചാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. വഹുവ മുക്തരി അമീനുൻ അലൽ ഐനിൽ മുക്തറാത്തി, വാടകക്കെടുത്ത വസ്തുവിന് മേൽ വിശ്വസ്തനാണ്. മുദ്ദത്തലി ചാർത്തി, വാടക കൊടുക്കുന്ന സമയത്ത്, വാടകയുടെ കാലത്ത്, എത്രയാണോ, ഒരു മാസത്തേക്കാണ് പീടിക വാടക കൊടുത്തെങ്കിൽ ആ സമയത്ത്. എപ്പോൾ ഇൻ ഖുദ്റത്ത് ബിസമനിൻ, സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ,
ഔ മുദ്ദത്തി ഇംകാനിൽ ഇസ്തീഫായി ഇൻ ഖുദ്റത്തി മഹലിൻ അമരിൻ, ജോലി ചെയ്യേണ്ട സ്ഥലമാണ് കണക്കാക്കപ്പെട്ടതെങ്കിൽ അത് ഉപകാരമെടുക്കുന്നതിന് സാധിക്കുന്ന സമയം അവൻ വിശ്വസ്തനാണ്. ചിലപ്പോൾ ഒരു മാസത്തേക്ക് എന്ന് പറഞ്ഞാൽ ഒരു മാസം സമയത്തേക്ക് അവൻ വിശ്വസ്തനാണ്. ഇനി സമയം കണക്കാക്കിയിട്ടില്ല, സ്ഥലം കണക്കാക്കിയിട്ടുണ്ട്. ഇന്ന സ്ഥലത്ത് വെച്ചാണ് നീ ജോലി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഒരാൾ വാടകയ്ക്ക് വിളിച്ചു. അപ്പോൾ അവിടെ ജോലി ചെയ്യാൻ ചെയ്യുന്നതിന് ആവശ്യമായ സമയം എത്രയാണോ അത്ര സമയത്തിൽ അവൻ വിശ്വസ്തനാണ്. ഞാൻ എൻ്റെ ഒരു പീടിക റൂം നിങ്ങൾക്കൊരു സാധനം വിൽക്കാൻ വേണ്ടി ഞാൻ വാടകയ്ക്ക് വന്നു, സമയം നിശ്ചയിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞു ഈ സാധനം ഞാനിവിടെ വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് വെച്ച് അത് കൈകാര്യം ചെയ്യാൻ ആവശ്യമായ സമയം എത്രയാണോ, ചിലപ്പോൾ ഒരാഴ്ച ആയിരിക്കും, ചിലപ്പോൾ 3 ദിവസമായിരിക്കും. ഉദാഹരണത്തിന് ഒരു മീറ്റിംഗ് നടത്താൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, നിങ്ങൾക്ക് ഒരു കെട്ടിടം ഒരു ഹാള് വാടകയ്ക്ക് വന്നു. അതിന് സമയം നിശ്ചയിക്കാനൊന്നും കഴിയില്ല, നിശ്ചയിച്ചിട്ടില്ല എന്ന് കൂട്ടിക്കോളും. അപ്പോൾ ആ മീറ്റിംഗ് നടത്താൻ ആവശ്യമായ സമയം, അതിനാണ് ഇസ്തീഫാ എന്ന് പറയാം, അത്രയും സമയം അവൻ വിശ്വസ്തനാണ്. അപ്പോൾ അവിടെ ഉള്ള സാധനം കസേര പൊട്ടി നിൽക്കുക ഉത്തരവാദിയല്ല. അതാണ് ഒന്നിക്കെ സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഔ മുദ്ദത്തി ഇംകാനിൽ ഇസ്തീഫായി, ഉപകാരമെടുക്കാൻ സാധിക്കുന്ന സമയം ഇൻ ഖുദ്റത്തി മഹല്ലി അമലിൻ, ജോലി ചെയ്യേണ്ട ഒരു സ്ഥലം കൊണ്ടാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ ശരി. അപ്പോൾ ഒരു മാസത്തേക്ക് ഞാൻ നിങ്ങൾക്കൊരു പീടിക റൂം വാടകയ്ക്ക് എന്നല്ല, ആ ഒരു മാസം നിങ്ങൾ അമീനാണ്. വക്കഥാ ബഅദഹ, ഒരു മാസം കഴിഞ്ഞാലും നിങ്ങൾ അവിശ്വസ്തനാണ്. ഉപയോഗിക്കാൻ പാടില്ല എന്നർത്ഥം. ഒരു മാസം കഴിഞ്ഞാൽ നിങ്ങളത് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിക്കാത്ത കാലത്തോളം എനിക്ക് തിരിച്ചേൽപ്പിക്കുന്നത് വരെ നിങ്ങൾ വിശ്വസ്തനാണ്. ഞാൻ നിങ്ങൾക്കൊരു കാറ് വാടകയ്ക്ക് ഒരു മാസത്തേക്ക്, ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ അത് കൊണ്ടുപോരേണ്ട ഉത്തരവാദിത്തം എൻ്റേതാണ്. പിന്നെ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉത്തരവാദിയാകും. തൊടാൻ പാടില്ല ഒരു മാസം കഴിഞ്ഞാൽ കാറ്. അപ്പം അങ്ങനെ ഉപയോഗിക്കാത്ത കാലത്തോളം നേരത്തെയുള്ള അവസ്ഥ നിലനിർത്തിക്കൊണ്ട് ഇപ്പോഴും അയാൾ വിശ്വസ്തനാണ്. ഇസ്തിസ്ഹാബല്ലിമാക്കാന, നേരത്തെയുള്ള അവസ്ഥ നിലനിർത്തിക്കൊണ്ട് ഇപ്പോഴും അയാൾ വിശ്വസ്തനാണ് എന്ന് പറയും. എന്തുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു മാസത്തേക്ക് വാടകയ്ക്ക് എന്ന് കഴിഞ്ഞാൽ ആ ഒരു മാസം കഴിഞ്ഞാലും നിങ്ങൾ വിശ്വസ്തനാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ഒരാൾ കട്ടുണ്ടോയി വണ്ടി, നിങ്ങൾ ഉത്തരവാദിയാവില്ല. കാരണം എന്തുകൊണ്ട്? മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തിരിച്ചു തരൽ നിർബന്ധമുണ്ടോ? ഒരു മാസം കഴിഞ്ഞാൽ അതിനാവശ്യമായ ചിലവ് നടത്തേണ്ടത് ആവശ്യം നിങ്ങൾക്കുണ്ടോ? ഇല്ല. ഒരു മാസം കഴിഞ്ഞാൽ നിങ്ങളതിൻ്റെ കാര്യം നോക്കണം എന്നാണ് നിബന്ധന വെച്ചതെങ്കിൽ ആ ഇടപാട് തന്നെ ബാത്തിലാണ്. അപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തേ ഉത്തരവാദിത്തമുള്ളൂ? നിങ്ങളെ സാധനങ്ങളൊക്കെ എടുത്ത് എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ ഒഴിവാക്കി തരണം എന്നുള്ളതാണ് തഖ്ലിയത്ത്. ഇതുപോലെ വദിയ മാതിരി നിങ്ങൾ സാധനം എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ, ഒരു മാസത്തേക്ക് നിങ്ങൾ എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ, അല്ലെങ്കിൽ ഒരു മാസമൊന്നുമില്ല, എപ്പോഴും നിങ്ങൾക്കത് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ഒഴിവാക്കിയിടുക എന്നുള്ളതാണ് എൻ്റെ നിർബന്ധം. അപ്പം അങ്ങനത്തെ ഒരു സാധനം നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഞാനല്ല ഉത്തരവാദിയാവുക, അല്ലാതെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കേണ്ട ആൾ ഉത്തരവാദിയാവില്ലല്ലോ. അപ്പം ചുരുക്കത്തിൽ അങ്ങനെയാണ് കാര്യം. അപ്പോൾ നിങ്ങൾ അമാനത്തുള്ള ആളാണ്. വക്കദാ ബഅദഹ, അതുപോലെ തന്നെയാണ് അതിന് ശേഷവും. മാലം യസ്തഅമിൽഹ, അതിനുപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇസ്തിസ്ഹാബല്ലിമാക്കാന, മുമ്പുള്ള അവസ്ഥ നിലനിർത്തിയതിന് വേണ്ടിയും. വലിയന്നഹു, മാത്രമല്ല അയാൾ ലാ യൽസമുഹു റദ്ദു, അയാൾക്ക് കാലാവധി കഴിഞ്ഞാൽ തിരിച്ചെടുക്കൽ നിർബന്ധമില്ലല്ലോ. വലാ മൗനത്തുഹു, അതിനാവശ്യമായ ചെലവ് ചെയ്യൽ നിർബന്ധമില്ലല്ലോ. ബൽ മാത്രമല്ല ലോ ശുരിത അഹദുഹുമ അലൈഹി, രണ്ടാലൊന്ന് ചെയ്യണമെന്ന നിബന്ധന വെച്ചാൽ, കാലാവധി കഴിഞ്ഞിട്ടും ഈ കാര്യങ്ങൾ ചെയ്യണമെന്ന നിബന്ധന വെച്ചാൽ ഫസദൽ അഖ്ദു, ഇജാറത്ത് എന്ന അഖ്ദ് തന്നെ അസാധുവാണ്. പിന്നെ എന്താണ് വാടകയ്ക്കെടുത്തവന് നിർബന്ധം? വൈന്നമല്ലദി അലൈഹി, കാലാവധി കഴിഞ്ഞ ഒരാൾക്ക് നിർബന്ധമായിട്ടുള്ളത് അത്തഖ്ലിയത്തു, ആ സാധനം എടുത്തു കൊണ്ടുപോകാൻ ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളതാണ്. കൽ വദിയനെ പോലെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് നിർബന്ധമുള്ള കാര്യം എന്താ? എപ്പോഴാണോ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത്, ആരാണോ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത്, അയാൾക്ക് എടുത്തു കൊണ്ടുപോകാനുള്ള സൗകര്യം ഏർപ്പെടുത്തുക എന്നതാണ് തഖ്ലിയത്ത്. അപ്പോൾ വീട് ഒരു മാസത്തേക്ക് നിങ്ങൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മാസം കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല.
പക്ഷേ നിങ്ങൾ ആ വീട് എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ സാധനങ്ങൾ മറ്റുമൊക്കെ ഒഴിവാക്കിയിടാൻ തയ്യാറാകണം. എപ്പോൾ വേണമെങ്കിലും ഒഴിവാക്കി തരാൻ തയ്യാറായാൽ മതി. അല്ലാതെ ചാവിയൊന്നും തിരിച്ചു കൊണ്ടുവന്നു തരിക എന്നുള്ള നിർബന്ധമുള്ള കാര്യമല്ല. ഇമാം സുബുക്കി റഹ്മുള്ള ഇവിടെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു സാധനം വാടകയ്ക്ക് എടുത്ത് കഴിഞ്ഞാൽ ഒഴിവാക്കി കൊടുത്താൽ മാത്രം പോരാ. എൻ്റെ വാടകയുടെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അയാൾ അറിയിക്കുകയും ഉടനെ തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഉടനെ തിരിച്ചു കൊടുക്കുകയും ചെയ്യണം. രണ്ടാമത്തെ കാര്യം നിർബന്ധമാണ്. ഒന്നിക്ക് ഉടനെ തിരിച്ചു കൊടുക്കുക, വണ്ടി ഇയാളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞു എന്ന് അറിയിക്കുക. ഇത് നിർബന്ധമെന്നാണ് സുബുക്കി ഇമാം പറയുന്നത്. പക്ഷേ അതല്ല നമ്മുടെ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം എന്താണ്? തഖ്ലിയത്ത്, അയാൾക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന വിധത്തിൽ അത് സ്വതന്ത്രമാക്കി കൊടുക്കുക, ഒഴിവാക്കി കൊടുക്കുക, കാലിയാക്കി കൊടുക്കുക എന്നത് മാത്രമാണ്. അതേ സമയത്ത് അമാനത്തു ശറയ്യ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ശറയ്യായ അമാനത്ത് മാലിക്കിൻ്റെ സമ്മതത്തോടു കൂടെ അല്ലാതെ നമ്മുടെ കൈവശം വന്ന സാധനങ്ങളുണ്ടാകും. ഉദാഹരണം, കാറ്റിന് ഒരു വസ്ത്രം പാറിപ്പറന്ന് നിങ്ങളെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വീണു. ഇവിടെ അമാനത്ത് ശറയ്യുണ്ട്. യജമാനൻ നൽകിയ അമാനത്ത്, അതിൻ്റെ ഉടമസ്ഥന് നൽകിയ അമാനത്തല്ല, ശറഅ് നിങ്ങളുടെ മേൽ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. ശറയ്യായ ഉത്തരവാദിത്വം അതെന്താ? നിങ്ങൾ ഇതിൻ്റെ ഉടമസ്ഥനെ അറിയിക്കണം എന്നത്, അല്ലെങ്കിൽ ഉടനെ തിരിച്ചു കൊടുക്കണം എന്നത്. നിങ്ങളുടെ വീട്ടിലേക്ക് ഉടമസ്ഥൻ്റെ സമ്മതത്തോടു കൂടി നൽകുന്നതിനാണ് അമാനത്ത് ശറയ്യ എന്നല്ല പറയാം. അത് ആളുകളുടെ അമാനത്താണ്. ഇത് ശറഅ് നമുക്ക് നൽകി വെച്ചാൽ അവൻ അമാനത്താണ്. നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ? ഉണ്ടാവും. ഒരാൾ ഒരു ഫോണ് നമ്മളെ വീട്ടിൽ മറന്നു വെച്ചു, അല്ലെങ്കിൽ കാറ്റിന് ഒരു രേഖ അല്ലെങ്കിൽ പൈസ നമ്മുടെ വീട്ടിലേക്ക് വന്നു, അല്ലെങ്കിൽ ഒരു വണ്ടിയിലുള്ള സാധനം എന്ത് ചെയ്തു, നിങ്ങളെ പറമ്പോട് അങ്ങനെ പോകുമ്പോൾ അത് പൊട്ടി തകർന്ന് നിങ്ങളെ പറമ്പിൽ ചിതറി. നിങ്ങൾക്ക് എന്താണ് നിർബന്ധം? ശറയ്യായ അമാനത്ത് എന്നതിന് പറയാം. നിങ്ങൾ അയാളെ ഒന്നിക്ക് ഉടനെ തിരിച്ചേൽപ്പിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഉടമസ്ഥനെ അറിയിക്കണം. റജഹ സുബുക്കി ഇമാം പ്രബലപ്പെടുത്തി അന്നഹു, ഈ വാടക സാധനം കൽ അമാനത്തി ശറയ്യായ അമാനത്ത് പോലെയാണ്. ഫേൽസുമുഹ, അവന് നിർബന്ധമാണ് ഏലാമ മാലിക്കിഹ, ഉടമസ്ഥനെ അറിയിക്കൽ, ബിഹ അക്കാര്യം, അല്ലെങ്കിൽ അവർ റദ്ദു ഫൗറൻ, ഉടനെ തന്നെ തിരിച്ചേൽപ്പിക്കൽ. ഇല്ല, അങ്ങനെ ചെയ്തില്ലെങ്കിൽ ലമിന ഉത്തരവാദിയാകുമെന്ന് സുബുക്കി ഇമാം പറഞ്ഞു. എന്നാൽ വൽ മുഅ്തമദു, പ്രബലം, ഖിലാഫുഹു, സുബുക്കി ഇമാം പറഞ്ഞതിനെതിരാണ്. നമ്മൾ പറഞ്ഞു ഇല്ല, തഖ്ലിയത്തെ നിർബന്ധമുള്ളൂ. അപ്പം രണ്ട് കാര്യമാണ് നിർബന്ധം. തഖ്ലിയത്താണല്ലോ നിർബന്ധം. കാലാവധി കഴിഞ്ഞാൽ നിർബന്ധം എന്താണ്? തഖ്ലിയത്താണ്. അപ്പോൾ ചുരുക്കത്തിൽ എന്തില്ല, ഈ വാടക നാളെ വാടക സമയം കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചു കൊടുക്കലൊന്നും അറിയിക്കലൊന്നും നിർബന്ധമല്ല. എന്തേ ഉള്ളൂ, ഉപയോഗിക്കാൻ പാടില്ല. അയാൾ ആവശ്യപ്പെട്ട് വന്നാൽ പിന്നെ അത് തടഞ്ഞു വെക്കാനും പാടില്ല. നാളെ തരാമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നോക്കൂ, ഫഖദിയത്തുഹു, അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ തേട്ടം, വൈദാ കുന്നാബിൽ അസഹി അന്നഹു ലൈസ അലൈഹില്ല തഖ്ലിയ, കാലാവധി കഴിഞ്ഞാൽ ആ സാധനം ഒഴിവാക്കി കൊടുക്കൽ മാത്രമേ നിർബന്ധമുള്ളൂ എന്ന പ്രബലമായ അഭിപ്രായ പ്രകാരം നമ്മൾ സംസാരിക്കുമ്പോൾ, ഫഖദിയത്തുഹു, അതിൻ്റെ തേട്ടം, അന്നഹു ലാ യൽസമുഹു, അവന് നിർബന്ധമില്ല, ഏലാമുൽ മൂജിരി, വാടകയ്ക്ക് നൽകിയതിനെ അറിയിക്കൽ, ബി തഫ്രീഖിൽ ഐനി, സാധനമൊക്കെ കാലിയാക്കിയിട്ടുണ്ട് കൊണ്ടുപോയിക്കോ എന്ന് അറിയിക്കൽ നിർബന്ധമല്ല. ബൽ, മറിച്ച്, അശർത്തു, നിബന്ധന, അല്ലാ യസ്തഅമിലഹ, ഉപയോഗിക്കാൻ പാടില്ല എന്നതും, വ അല്ലാ യഹ്ബിസഹാ ലൗ തലബഹ, അവൻ ആവശ്യപ്പെട്ട് വരുമ്പോൾ തടഞ്ഞു വെക്കാനും പാടില്ല എന്നതുമാണ്. ഓക്കെ, മനസ്സിലായല്ലോ?
ഇൻഷാ അല്ലാഹ് ഞാൻ പെട്ടെന്ന് ഒരു വട്ടം കൂടെ അർത്ഥം വെച്ചിട്ട് ഓടിച്ചു പോകാം. പേജുമാല മുക്രിൻ തസ്ലീം ഇഫ്താഹിദാരിൻ ലി മുക്തരിൻ, വാടകയ്ക്ക് കൊടുത്തയാൾ വീടിൻ്റെ ചാവി മുക്തരിക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. വലോ ലാമിനൽ മുക്തരി ഫജമാൽ മുക്രി തജ്ദീദുഹു, ചാവി കളഞ്ഞു പോയാൽ അത് പുതുക്കി കൊടുക്കൽ നിർബന്ധമാണ്. വൽ മുറാദ് ബിൻ ഇഫ്താഹി മിഫ്താഹുൽ ഖലഖിൽ മുസ്ബത്തി, വാതിലിൽ സ്ക്രൂ ചെയ്ത് സ്ഥാപിക്കപ്പെട്ട ചാവിയാണ് ഉദ്ദേശം. അമ്മാ ഗൈറുഹു ഫലാജിബു തസ്ലീമുഹു ബൽ വലാ ഖുഫ്ലിഹി കസാഇരിൽ മൻഖൂലാത്തി, അല്ലാത്ത പൂട്ടുകൾ ഏൽപ്പിച്ചു കൊടുക്കൽ നിർബന്ധമില്ല എന്ന് മാത്രമല്ല അതിൻ്റെ ചാവിയും ആമതാവെന്ന് പറയില്ലേ, സാക്ഷ എന്നൊക്കെ പറയുമല്ലോ അല്ലേ, അത് ഉറപ്പിക്കപ്പെട്ടതിലുണ്ടാവുക, അത് ഏൽപ്പിച്ചു കൊടുക്കുന്ന നിർബന്ധമല്ല. ചാവിയും അതിൻ്റെ പൂട്ടും ഏൽപ്പിച്ചു കൊടുക്കുന്ന നിർബന്ധമല്ല. ഏതുപോലെയൊക്കെ സായിരിൽ മങ്കൂലാത്തി, നീക്കം ചെയ്യപ്പെടുന്ന സ്ഥാവര ജംഗമ വസ്തുക്കളെ പോലെ. വൈമാറത്തുഹാക്ക ബിനായിമ തൊത്തീൻ സതീം ബബിൻ വജിസ്ലാഹിം മുങ്കസിരിൻ, അതിൻ്റെ നിർമ്മാണവും നിർബന്ധമാണ്. ചെയ്തു കൊടുക്കൽ, കെട്ടിടം ഉണ്ടാക്കേണ്ടടുത്ത് കെട്ടിടം ഉണ്ടാക്കുക. സത്ത്ഹ്, അതിൻ്റെ മച്ചിന് പെയിൻ്റ് അടിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, തേച്ച് കൊടുക്കുക. വാതിൽ സ്ഥാപിക്കുക, പൊട്ടിയത് നന്നാക്കുക. വലൈസൽ മുറാദ് ബി കൗനിമാ ദുക്കിറ വാജിബനൽ മുക്രി അന്നഹു യസ്മു ബി തർക്കിഹി വ അന്നഹു ഇജ്ബറു അലൈഹി, ഇതൊക്കെ മുക്രിക്ക് നിർബന്ധമാണ് എന്നുകൊണ്ട് ഉദ്ദേശം അത് ഒഴിവാക്കിയാൽ കുറ്റം കിട്ടുമെന്നോ അതിൻ്റെ മേൽ അവൻ നിർബന്ധിക്കപ്പെടുമോ എന്നല്ല. ബൽ ഇന്നഹു ഇൻ തറക്കഹു സബത്തൽ മുക്തരിൽ ഖിയാറു, കാര്യം ചെയ്തില്ലെങ്കിൽ മുക്തരിക്ക് ഖിയാറുണ്ട് എന്നാണ്. കമാബയ്യൻ തുഹു ബി ഖൗലി, തുടർന്നുള്ള വാക്കുകൾ ഞാൻ വിശദീകരിക്കും പോലെ. ഫൈൻ ബാദറാവൻ പെട്ടെന്ന് മുന്നോട്ട് വരികയും ഫഅലമാലൈഹി, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്താൽ ഫദാക്ക, കാര്യം വ്യക്തമാണ്, അഖദ് തുടർന്ന് പോകും. വൈല ഫലി മുക്തരിൻ ഖിയാറൻ അഖസത്തിൽ മൻഫഅത്തു, അങ്ങനെയല്ലെങ്കിൽ ഖിയാറുണ്ട്, അതിൻ്റെ ഉപകാരം കുറയുകയാണെങ്കിൽ. ഇനി വഅല മുക്തരിൻ തൻദീഫ അർസതിഹ ഐദാരി മിൻ കുനാസത്തിൻ വസൽജിൻ, മുക്തരിക്ക് വീടൊക്കെ വൃത്തിയാക്കി കൊടുക്കണം. വീടിൻ്റെ മുറ്റം അതിൻ്റെ ചവറുകളിൽ നിന്ന് വൃത്തിയാക്കി കൊടുക്കണം. അതുപോലെ തന്നെ മഞ്ഞ് പോലെയുള്ള വീഴ്ചയുണ്ടെങ്കിൽ മഞ്ഞുകട്ടയിൽ നിന്നും. അർസത്ത് എന്ന മുറ്റം എന്നാണ് അർത്ഥം. വഹുവ അമീനുൻ അലൽ ഐനിൽ മുക്തറാത്തി മുത്തൽ ഖിയാരി, മുക്തരി വാടകയുടെ കാലഘട്ടത്തിൽ സമയത്ത് അവൻ വസ്തുവിനുമേൽ വിശ്വസ്തനാണ്. ഇൻ ഖുദ്റത്ത് ബിസമൻ, സമയം കണക്കാക്കപ്പെട്ട ഇജാറത്താണെങ്കിലും സമയം കണക്കാക്കപ്പെടാത്തതാണെങ്കിൽ അവ മുദ്ദത്തെ ഇംകാനിൽ ഇസ്തീഫായി, അതിൻ്റെ ഉപകാരമെടുക്കാൻ ആവശ്യമായ സമയം. ഇൻ ഖുദ്റത്ത് ബി മഹല്ലി അമലിൻ, ജോലി ചെയ്യാനുള്ള ഒരു സ്ഥലം കണക്കാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ. വകദാ ബാദഹ, കാലശേഷവും അമീനാണ്. മാലം ഇസ്താമിൽഹ, ഉപയോഗിക്കാത്ത കാലത്തോളം ഇസ്തിസ്ഹാബൽ ലിമാ കാന, മുമ്പുള്ളൊരവസ്ഥ ഇപ്പോഴും തുടർത്തിക്കൊണ്ട്. വലിയന്നഹൂല എൽസുമുഹുർ റദ്ദു, അമീനാണെന്ന് പറയാനുള്ള കാരണം അവന് തിരിച്ചു കൊടുക്കൽ നിർബന്ധമല്ലല്ലോ. വല മൗനത്തു, അതിനാവശ്യമായ ചെലവുകൾ ചെയ്യലും അവന് നിർബന്ധമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ പിന്നെ അവൻ വിശ്വസ്തനാവണ്ടേ. ബൽ, പക്ഷേ ലോ ഷറത്ത് അഹദുഹുമ ശുരിത്ത അഹദുഹുമ അലൈഹി ഫസദൽ നഖദു, കാലാവധി കഴിഞ്ഞാലും തിരിച്ചു കൊടുക്കണമെന്നും അതിനാവശ്യമായ മൃഗമോ മറ്റ് ജീവിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ചെലവ് ചെയ്യണമെന്നും ഷർത്ത് വെച്ചാൽ അഖദ് ഫാസിദാണ്. വൈന്നമല്ലതി അലൈഹി തഖ്രിയത്തു, അവന് നിർബന്ധമായത് തഖ്രിയത്ത് മാത്രമാണ്. ആർക്ക്? മുക്തരിക്ക്. ഇതുപോലെ കൽവതി, ഒരു സാധനം സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയെപ്പോലെ. റജഹ സുബ്ക്കി അന്നഹു കലമാനത്ത് ഷറയ്യ, സുബ്ക്കിമാൻ പറയുന്നത് ഷറയ്യായ അമാനത്ത് പോലെയാണ്. അപ്പോൾ ഫെൽസമുഹു ഏലാമു മാലിക്കിഹാ ബിഹാ അവിർ റദ്ദു ഫൗറൻ, അപ്പോൾ ഒന്നിരിക്കൽ ഉടനെ തിരിച്ചു കൊടുക്കണം, അതല്ലെങ്കിൽ ആ കാര്യം മാലിക്കിനെ അറിയിക്കണം. അങ്ങനെയല്ലെങ്കിൽ ഉത്തരവാദിയാകും. പക്ഷേ വല മുഅത്തമദ് ഖിലാഫുഹു, മദ്ഹബിലെ അഭിപ്രായം അതിനെതിരാണ്. വൈദാഖുൽനാ ബിൽ അസഹി, അപ്പോൾ പ്രബലമായ അഭിപ്രായപ്രകാരം നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണത്? അന്നഹു ലൈസാനി ഇല്ല തഖ്ലിയ, കാലാവധി കഴിഞ്ഞാൽ അതിനെ ഒഴിവാക്കി ഇടുക എന്നതേ നിർബന്ധമുള്ളൂ എന്ന അഭിപ്രായം പറയുമ്പോൾ ഖളിയത്തുഹ, പറഞ്ഞതിൻ്റെ താല്പര്യം അന്നഹു ലാ യൽസമു ഇലാമിൽ മുജ്രി, വാടകയ്ക്ക് കൊടുത്തവനെ അറിയിക്കൽ നിർബന്ധമല്ല. ബി തഫ്രീഖിൽ ഐനി, സാധനം കാലിയാക്കിയിട്ടുണ്ട് എന്നറിയിക്കൽ നിർബന്ധമില്ല. ബലിശർത്തു, മറിച്ച് നിർബന്ധം അല്ലാ യസ്തഅമിലഹ വലാ യഹ്ബിസഹ ലൗ തലബഹ, ഉപയോഗിക്കാൻ പാടില്ല എന്നും ചോദിച്ചു വരുമ്പോൾ തടഞ്ഞു വെക്കാൻ പാടില്ല എന്നുമാണ്. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.